എല്ലാവർക്കും എപ്പോഴും മാറിപ്പോകുന്നൊരു കാര്യമാണ് വില്യം ലോഗൻ കമ്മീഷൻ. സാമ്പത്തികമായും ഭരണപരമായും മലബാർ ഉയർന്നു വരുന്ന ഈ ഒരു കാലയളവിൽ മലബാറിൽ കുറച്ച് കലാപങ്ങൾ ഉണ്ടാകുന്നു. ഈ കലാപങ്ങളെല്ലാം ചേർത്ത് വിളിച്ച പേരായിരുന്നു ഏത്? മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു ട്രൂ ഇവന്റ്. വരാനിരിക്കുന്ന LP-UP അധ്യാപക പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗം നമുക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും എപ്പോഴും മാറിപ്പോകുന്നൊരു കാര്യമാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപമാണോ മാപ്പിള കലാപമാണോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്നത് എല്ലാവർക്കും ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. കൃത്യമായിട്ട് നമുക്ക് ഇത് ഇപ്പോൾ തന്നെ പഠിച്ചു പോകാം. ഓക്കെ, ശ്രദ്ധിക്കുക. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയോടുകൂടി ബ്രിട്ടീഷുകാർക്ക് വയനാട് ഒഴികെയുള്ള മലബാറിലെ എല്ലാ പ്രദേശങ്ങളും ലഭിക്കുകയുണ്ടായി. ഓക്കെ, വയനാട് ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളും ലഭിച്ചു. പിന്നീട് 1800 കംപ്ലീറ്റ്ലി മലബാറിനെ എങ്ങടേക്ക് കൂട്ടിച്ചേർക്കുകയുണ്ടായി? മദ്രാസ് പ്രൊവിൻസിനോട് കൂട്ടിച്ചേർത്തു, മദ്രാസ് പ്രവിശ്യയോട് കൂട്ടിച്ചേർത്തു. അങ്ങനെ മലബാർ മദ്രാസ് പ്രൊവിൻസിന് കീഴിലായതിനു ശേഷം മലബാറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ശോചനീയാവസ്ഥയിലൂടെ മലബാർ കടന്നു പോവുകയുണ്ടായി. അവിടെ നിന്നും സാമ്പത്തികമായും ഭരണപരമായും മലബാർ ഉയർന്നു വരുന്നൊരു സമയമുണ്ടാകുന്നു. ഈ കാലയളവിൽ സാമ്പത്തികമായും ഭരണപരമായും മലബാർ ഉയർന്നു വരുന്ന ഈ ഒരു കാലയളവിൽ മലബാറിൽ കുറച്ച് കലാപങ്ങൾ ഉണ്ടാകുന്നു. ഏകദേശം 1836 1853 ഇടയ്ക്ക്. എത്രയാണ്? 1836 1853 ഇടയ്ക്ക് മലബാറിൽ കുറച്ച് കലാപങ്ങൾ ഉണ്ടാകുന്നു. ഈ കലാപങ്ങളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് മുസ്ലിം കർഷകർ ഒറ്റയ്ക്കോ കൂട്ടമായോ ചേർന്നുകൊണ്ട് ഹിന്ദു ജന്മികളെ ആക്രമിക്കുകയും ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു ഈ കലാപങ്ങളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്. എന്തായിരുന്നു ഈ കലാപങ്ങളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്? മുസ്ലിം കർഷകർ ഒറ്റയ്ക്കോ കൂട്ടമായോ ചേർന്നുകൊണ്ട് ഹിന്ദു ജന്മിമാരെ ആക്രമിക്കുകയോ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയോ ചെയ്യുകയായിരുന്നു. ഏകദേശം ഈ പൊതു സ്വഭാവമുള്ള 12 അല്ലെങ്കിൽ 22 കലാപങ്ങൾ മലബാറിൽ നടന്നു എന്നാണ് പറയുന്നത്. 2 ടെക്സ്റ്റിലും 2 നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 നമ്പറുകൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 10ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റിൽ 12 എന്നും ശ്രീധരമേനോൻ ടെക്സ്റ്റിൽ 22 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2ഉം ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെ ഈ പൊതു സ്വഭാവമുള്ള ഇത്രയും കലാപങ്ങൾ മലബാറിൽ നടന്നു എന്ന് പറയുന്നു. ഏത് കാലയളവിൽ? 1836 1853 ഇടയ്ക്ക്. ഈ കലാപങ്ങളെല്ലാം ചേർത്ത് വിളിച്ച പേരായിരുന്നു ഏത്? മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നത്. എന്തായിരുന്നു? മാപ്പിള കലാപങ്ങൾ. ഈ കലാപങ്ങളെ ചേർത്ത് വിളിച്ച പേരായിരുന്നു എന്ത്? മാപ്പിള കലാപങ്ങൾ. ഓക്കെ, അപ്പൊ മാപ്പിള കലാപത്തിന്റെ കാലയളവ് ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്? 1836 1853 ഇടയ്ക്ക്. ഓക്കെ, അങ്ങനെ ഈ കലാപം അടിച്ചമർത്താൻ 1854 രൂപീകരിച്ച പോലീസ് സേനയായിരുന്നു ഏത്? MSP അല്ലെങ്കിൽ മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഈ കലാപകാരികളെല്ലാം ചേർന്നുകൊണ്ട് അന്നത്തെ മലബാറിലെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന HV കനോളിയെ വധിച്ചു. ആരെ വധിച്ചു? HV കനോളിയെ വധിക്കുന്നു. ഏതു വർഷം? 1855 കലാപകാരികളെല്ലാം ചേർന്നുകൊണ്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, പിന്നീട് ഈ കലാപങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുന്നതിനും മാപ്പിള സമുദായത്തിന്റെ യഥാർത്ഥ സങ്കടങ്ങൾക്ക് പരിഹാരമാർഗം നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയും 1881 സ്പെഷ്യൽ കമ്മീഷണറായി ആരെ നിയമിക്കുന്നു? വില്യം ലോഗനെ നിയമിച്ചു. അതായിരുന്നു എന്ത്? വില്യം ലോഗൻ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്.
ക്ലിയർ ആയല്ലോ? മാപ്പിള സമുദായത്തിന്റെ യഥാർത്ഥ സങ്കടങ്ങൾക്ക് പരിഹാരമാർഗം നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയും ഈ കലാപങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും 1881 നിയമിച്ച കമ്മീഷനായിരുന്നു ഏത്? വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? വില്യം ലോഗനെ പഠിക്കുന്നത്. അല്ലെങ്കിൽ വില്യം ലോഗൻ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ടതാണ് ഏത്? വില്യം ലോഗൻ കമ്മീഷൻ. ക്ലിയർ ആയല്ലോ? പിന്നീട് വില്യം ലോഗൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഓക്കെ, 1882 റിപ്പോർട്ട് സമർപ്പിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് പഠിച്ചത്? വില്യം ലോഗൻ കമ്മീഷനെ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചത്. ഓക്കെ, ഇനി 1920 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1921 എന്നാണ് 1921 മലബാറിൽ കുറച്ച് കലാപങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ഇത് മലബാർ കലാപം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? 1921 നടന്നത് എന്തായിരുന്നു? മലബാർ കലാപം. 1836 1853 ഇടയ്ക്ക് നടന്നാണ് ഇത് മാപ്പിള കലാപം എന്ന് പറയുന്നത്. രണ്ടും രണ്ടാണ്, മാറിപ്പോകരുത്. മാപ്പിള കലാപത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനായിരുന്നു ഏത്? വില്യം ലോഗൻ കമ്മീഷൻ. ഓക്കെ, അപ്പോ ഇനി മറക്കില്ലല്ലോ, 5000-ലധികം ഉദ്യോഗാർത്ഥികളെ സർക്കാർ സർവീസിലേക്ക് എത്തിച്ച കേരളത്തിലെ ഏറ്റവും മികച്ചതും പരിചയസമ്പന്നരായ അധ്യാപകർ ഒരുക്കുന്ന ക്ലാസ്സുകളാണ് ട്രൂ ഇവൻ നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ LPUP ബാച്ചിന്റെ പേര് LPUP അസ്ത്ര 2027 ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, എന്താണ് നമ്മുടെ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ട്രാക്കിംഗ് നടത്തി ഏത് വിഷയത്തിലാണോ നിങ്ങൾക്ക് പോരായ്മയുള്ളത് അതിനു വേണ്ടിയിട്ട് 24/7 മെന്റർഷിപ്പ് സപ്പോർട്ടോടുകൂടി 1-to-1 മെന്റർഷിപ്പ് സപ്പോർട്ടോടു കൂടിയുള്ള ബാച്ചുകളാണ് നമ്മൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രീ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് പഠിക്കുവാനായി ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക്